എത്ര പേരാ ഈ 2025 പറക്കുമ്പോ 24 വിട പറയുകയല്ലേ എന്ന് പറഞ്ഞ് വല്ലാത്ത തെരുവോരങ്ങളിലും ബീച്ചുകളിലുമായി അലഞ്ഞു തിരിയുന്ന ചെറുപ്പക്കാരാ, ബീച്ചുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചെറുപ്പക്കാരി, എന്റെ പൊന്നു പെങ്ങളെ, ഈ ലോകത്ത് എന്തൊക്കെ നിറമാടിക്കൊണ്ടിരിക്കുകയാ, എന്തൊക്കെ അവസ്ഥയിലാ ലോകത്ത് ഈ 2024 വിട പറയുമ്പോ രാത്രി ഉറക്കമില്ലാതെ ബീച്ചുകളിലും അതുപോലെ സ്ഥലങ്ങളിലും കടലോരങ്ങളിലും പാർക്കുകളിലുമായി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി കളയല്ല ഉമ്മ. ഖബറെന്നൊരു രോഗമുണ്ട്, മഹാന്മാര് പൊട്ടിക്കരഞ്ഞതാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയതാണ്, ഉസ്മാൻ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയതാണ്, ദാവൂദ് നബി വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഓരോ ആയുസ് നമ്മൾ ഖബറിലേക്കാ, അഗാധമായ ഖബറിലേക്കാ. എന്റെ പൊന്നു സഹോദര, എന്റെ കുഞ്ഞ അനിഞ്ഞ, അതുകൊണ്ട് മറന്നു പോവല്ലേ. 2024 വിട പറയുമ്പോ അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചോരെ, നമ്മളെ ഖുർആൻ പറയുന്നു, വല്ലസ്ർ കാലത്തെ തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യവർഗം പരാജയത്തിലാ, നഷ്ടത്തിലാ. ഇന്ന് വരുന്ന തിരുവോരങ്ങൾ നമ്മൾ കണ്ടതാ, എത്ര രക്ഷകർത്താക്കളാ, എത്ര യുവാക്കളാ, എത്ര ഉമ്മവങ്ങന്മാരാ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഓടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പോകുന്നത് പാർക്കുകളിലേക്ക്, ശംഖുമുഖങ്ങളിലേക്ക്, കടൽ തീരങ്ങളിലേക്ക്, അല്ലാത്ത ബീച്ചുകളിലേക്ക്. വല്ല ഗൗരവത്തോടെ ചിന്തിക്കണേ, നാളെ അസ്റായീൽ നമ്മുടെ മുമ്പിൽ വരുമ്പോ ഒരു അമലുമില്ലാത്തവളായി, ഒരു അമലുമില്ലാത്തവനായി ഞാൻ നിങ്ങളും മാറുമ്പോ അല്ലാഹു എന്നും കിടക്കേണ്ട ഖബറെന്നുള്ള ബോധത്തോടെ ഈ 2024 വിട പറയുമ്പോ 25ലേക്ക് കിടക്കുമ്പോ ഉമ്മ, ഇനി 2024 വരാനില്ല, എന്റെ ഒരാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇനി ഖബറിലാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ നീ വാവിട്ട് കരയേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാണ് അതിലുള്ളത്, നീ കിടക്കേണ്ടതാണ് സുമാന, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ട്, നീ ചെല്ലുന്നതിൽ സന്തോഷമാവയിൽ, പൊന്മള കോമള മൃദുലമായ ശരീരമിൽ പരസ്പരം തിന്നുന്നതാ സമരത്തില,